ബഹുമാനപ്പെട്ട മന്ത്രി MP രാജേഷ് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ കേട്ടു. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, കേരളത്തിൽ ഭക്ഷണം, വസ്ത്രം, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ രാജ്യത്ത് ഭക്ഷണം, വസ്ത്രം, അതുപോലെ ഭാഷ, ഇതൊക്കെ ഒരാളുടെ പേഴ്സണൽ ചോയ്സാണ്, ഒരാളുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. ആ വ്യക്തിപരമായ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് മതനിരപേക്ഷ ശക്തികളൊക്കെ ഒന്നിച്ച് നിൽക്കേണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുപോലെ തന്നെയാണ് രാഷ്ട്രീയവും. പൊളിറ്റിക്സ് എന്ന് പറയുന്നത്, പൊളിറ്റിക്കൽ ഐഡിയോളജി എന്ന് പറയുന്ന ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള പേഴ്സണൽ ചോയ്സ് അല്ലേ. ആ പേഴ്സണൽ ചോയ്സ് ഒരാൾ സ്വീകരിക്കുന്ന സമയത്ത് എന്തിനാണ് ഈ രീതിയിലുള്ള അസഹിഷ്ണുത പ്രിയപ്പെട്ട MP രാജേഷ് കാണിക്കുന്നത്? ഞാനിപ്പോൾ ഭയക്കുന്നത് എന്നെ കൊല്ലാൻ വേണ്ടി ഇന്നോവ അയക്കുന്നത് CPM-ഉം BJP-യും ചേർന്നിട്ടായിരിക്കും എന്നുള്ളതാണ്. ഒരു CPM BJP സംയുക്ത ഇന്നോവ എന്നെ കൊല്ലാൻ വേണ്ടി അയക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. ആ ഇന്നോവ ഒരുപക്ഷെ ഡ്രൈവ് ചെയ്യുന്നത് MP രാജേഷ് ആണെങ്കിൽ ആ ഇന്നോവയ്ക്കകത്ത് എനിക്കെതിരെയുള്ള കൊട്ടേഷനുമായി വരുന്ന ചിലപ്പോൾ സുരേന്ദ്രനായിരിക്കാം. അപ്പോൾ ഈ രണ്ട് കൂട്ടരും ഒരുമിച്ചാണല്ലോ ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയം മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാലക്കാട്ടെ തെരഞ്ഞെടുപ്പും അതുപോലെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ CPM BJP സംയുക്ത ഇന്നോവ പരിപാടി എൻ്റെ നേർക്കെടുക്കുന്നുണ്ടെന്നാണ് ഇന്നലത്തെ പ്രതികരണം എനിക്ക് മനസ്സിലാവുന്നത്. കാരണം ഈ രണ്ട് കൂട്ടരും ഒരുപോലെയാണ് എനിക്കെതിരെ, ഒരേ ആക്ഷേപങ്ങളാണ്, ഒരേ ഫാക്ടറിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ആക്ഷേപങ്ങളാണ് എനിക്കെതിരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെയാണ് സയാമീസ് ഇരട്ടകളെ പോലെ ആക്ഷേപിക്കാൻ കഴിയുന്നത്? ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട്, പാലക്കാട്ടെ വോട്ടർമാർ കാണുന്നുണ്ട്. എനിക്കെതിരെ എന്തൊക്കെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചാലും ആ ആക്ഷേപങ്ങളൊക്കെ തിരിച്ച് അവരിൽ തന്നെയാണ് ചെന്ന് പതിക്കാൻ പോകുന്നത്. എന്നെ സംബന്ധിച്ചോളം ഞാൻ ഈ UDF-ൻ്റെ ഭാഗമായി മാറിയിട്ടുള്ളത്, കോൺഗ്രസിൻ്റെ ഭാഗമായി മാറിയിട്ടുള്ളത് ഒരു കൺവിക്ഷനോട് കൂടിയിട്ടാണ്. ഏതെങ്കിലും തരത്തിൽ എനിക്ക് സ്വാഭാവികമായിട്ടും ഏതെങ്കിലും തരത്തിൽ ഇവരെ ആക്ഷേപിക്കുന്നത് പോലെ ഏതെങ്കിലും ഓഫറിൻ്റെ ഭാഗമായിട്ട് പോകാനാണെങ്കിൽ ഓഫർ നൽകാൻ കഴിയുന്നവരുടെ അടുത്ത് പോകാമായിരുന്നല്ലോ. ഞാൻ UDF-ലേക്ക് വരുന്ന സമയത്ത് UDF-ന് കേരളത്തിൽ ഭരണമില്ല, കോൺഗ്രസിൻ്റെ രാജ്യത്ത് ഭരണമില്ല. അങ്ങനെ പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഒരു പാർട്ടിയിലേക്ക് കടന്നു വരികയാണ് ചെയ്ത്. തെരഞ്ഞെടുപ്പിന് മുൻപല്ല, തെരഞ്ഞെടുപ്പിന് മുമ്പായിരുന്നെങ്കിൽ ഇതിലും കൂടുതൽ അവസരങ്ങളോ കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് നമുക്ക് ആ രീതിയിലാണ് പ്രതീക്ഷിക്കാമായിരുന്നു. ഞാൻ കടന്നു വന്നിട്ടുള്ളത് വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഫാക്ടറിയിൽ നിന്ന് ആ പരിസരത്ത് പ്രവർത്തിച്ച് മനം മടുത്തതിൻ്റെ പേരിൽ പ്രത്യയശാസ്ത്രത്തെ, ഞാൻ വിശ്വസിച്ച് പോകുന്ന പ്രത്യയശാസ്ത്രത്തെ എന്നേക്കുമായി ഉപേക്ഷിച്ചുകൊണ്ടാണ് ഇതായി UDF-ൻ്റെ മാനവികതര പക്ഷത്തേക്ക് ഞാൻ കടന്നു വന്നിട്ടുള്ളത്. ഇനിയും പഴയ കാര്യങ്ങൾ നിങ്ങൾ പഴയത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അശോക് ചവാനെക്കുറിച്ച് നരേന്ദ്രമോദിജിയും അതുപോലെ തന്നെ അമിത്ഷായും ഒക്കെ പ്രസംഗിച്ചിട്ടുള്ള കാര്യങ്ങൾ കൂടി നിങ്ങളൊക്കെ ഒന്നുകൂടി ടെലികാസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ തിരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ, അതുകൊണ്ടാണ് പറയുന്നത്. അവിടെ ഉള്ള നേതാക്കളെക്കുറിച്ച് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ, BJP-യുടെ നേതാക്കന്മാർ പറഞ്ഞ കാര്യങ്ങളെ കൂടിയൊക്കെ ടെലികാസ്റ്റ് ചെയ്താൽ വളരെ നന്നായിരിക്കും എന്ന് മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ. ഈ വീടെന്ന് പറയുന്നത് ഇത്തരത്തിൽ രാഷ്ട്രീയ ആരോപണം നടത്തേണ്ട ഒരു സ്ഥലമല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാത്രമല്ല ഇവിടുന്ന് അങ്ങോട്ട് BJP-ക്കെതിരായിട്ടൊരു രാഷ്ട്രീയ ആരോപണവുമായിട്ട് പോകാൻ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിപരമായിട്ട് ആരെങ്കിലും ആക്ഷേപിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. BJP-യെ നന്നാക്കാൻ വേണ്ടി ഒരു ചൂരിലെടുത്ത് മാരാർജി ഭവന് ചുറ്റും നടക്കാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ തല്ലിയാലും അവർ നന്നാവാൻ പോകുന്നില്ല. അതുകൊണ്ട് അവരെ ഞാൻ അവരുടെ വഴിക്ക് വിടുകയാണ്. ഇന്നു മുതൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകും.